ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. ഭോപ്പാൽ ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ അനായാസേന വിജയിക്കാൻ സാധിക്കുമെന്നും സുരേഷ് ഗോപി. തൃശൂർ ജില്ലയിലെ CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. തൃശൂർ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ നീക്കം. ഗൾഫിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതീക്ഷ നൽകി ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഗൾഫ് രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ്. നേരത്തെ നടന്ന ആക്രമണങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് മാപ്പ് ചോദിച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. സിലിണ്ടറിന് 60 രൂപയാണ് വർദ്ധിപ്പിച്ചത്. LPG സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗിൽ നിയന്ത്രണം. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം തുടരും. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുന്നതുവരെ സമരം തുടരുമെന്ന് UNA. വെള്ളാങ്ങല്ലൂർ കാരുമാത്രയിൽ വിദ്യാർത്ഥിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുങ്കാണം സ്വദേശി സൽമാനാണ് മരിച്ചത്. നെല്ലിന് അർഹമായ വില കിട്ടാതെ ദുരിതത്തിലായി കർഷകർ. മില്ലുടമകളുടെ ചൂഷണത്തിനെതിരെ പ്രതിഷേധം ശക്തം. പഴുവിൽ വാര്യം പടവിൽ കർഷക കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. പത്മജ വേണുഗോപാൽ ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുവമ്പാടി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സുരേഷ് ഗോപി. ഞാൻ വന്നപ്പോഴൊക്കെ എന്താണ് വിജയസാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പത്മജ ചേച്ചി മത്സരിക്കാനാണ് വന്നിട്ടുള്ളത്. ഇത്തവണ ഒരു ഉറപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ഫലവത്താക്കണം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കും. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ജയിക്കാം, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് ജയിച്ചത്. രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ചില നിശ്ചയങ്ങളിൽ എത്തുന്നുണ്ട്. അതാണ് അട്ടിമറി വിജയമായി മാറാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ തവണ, അതിന് മുന്നലത്തെ തവണ എന്നൊന്നുമില്ല. ഇന്നത്തെ സാഹചര്യം വിലയിരുത്തി ജനങ്ങൾക്കൊരു സഞ്ചയ നീക്കമുണ്ട്. അവരുടെ ഒരു കളക്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് പൊളിറ്റിക്സിന് അതീതമായിട്ട് ജനങ്ങൾ, വോട്ടേഴ്സ് ചില നിശ്ചയങ്ങളിൽ എത്തുന്നുണ്ട്. അതാണ് ഇവിടെ അട്ടിമറി വിജയമായി ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഒരുപക്ഷെ നരേന്ദ്രമോദി നയിക്കുന്ന NDA സഖ്യത്തിന് ഇവിടെ ബലമാകാൻ പോകുന്നത് അത് തന്നെയാണ്. ശബരിമല വിഷയത്തിലെ ചോദ്യത്തിന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രമായിരുന്നു മറുപടി. അന്നദാനത്തിനെത്തിയ ഭക്തർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്താണ് അദ്ദേഹം മടങ്ങിയത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ജില്ലയിലെ CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. തൃശൂർ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനം. ജില്ലയിൽ തൃശൂർ, നാട്ടിക, ഒല്ലൂർ, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിലാണ് CPI മത്സരിക്കുന്നത്. നിലവിൽ MLA-മാരായ K. രാജൻ ഒല്ലൂരിലും CC മുകുന്ദൻ നാട്ടികയിലും വീണ്ടും സ്ഥാനാർത്ഥിയാവും. കൊടുങ്ങല്ലൂരിൽ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, കയ്പമംഗലത്ത് മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. നിലവിലെ MLA-മാരായ VR സുനിൽകുമാർ, ET ടൈസൺ എന്നിവർക്ക് സീറ്റുണ്ടാകില്ല. തൃശൂർ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് CPI നീക്കം. സാറാമ റോബ്സൺ, ഷീല വിജയകുമാർ എന്നിവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. ഇവരെ കൂടാതെ ഒരു LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്ന കാര്യവും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. TCV, തൃശൂർ. ഗൾഫിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതീക്ഷ നൽകി ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഗൾഫ് രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ. നേരത്തെ നടന്ന ആക്രമണങ്ങളിൽ അദ്ദേഹം മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഗൾഫിൽ പ്രതിസന്ധി ഇരട്ടിയാകുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നത്. ഇറാനിൽ നിലവിൽ ഭരണം നടത്തുന്നത് 3-അംഗ സമിതിയാണ്. പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ്, പണ്ഡിത സമിതി അംഗം എന്നിവരാണ് ഇതിലുള്ളത്. ഈ സമിതിയാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത്. അയൽ രാജ്യങ്ങളെ ഇനി ആക്രമിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. അതേസമയം അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇറാനെതിരെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ ആക്രമിക്കുകയും ചെയ്യും.
ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. സിലിണ്ടറിന് 60 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. ഇതോടെ 853 രൂപയിൽ നിന്ന് 913 രൂപയായി സിലിണ്ടറിന്റെ വില വർദ്ധിച്ചു. വിലവർധന ഇന്നു മുതൽ നിലവിൽ വന്നു. പ്രാദേശിക അടിസ്ഥാനത്തിൽ വിലയിൽ വ്യത്യാസം വരും. ഇറാൻ US യുദ്ധം നീണ്ടേക്കുമെന്ന ആശങ്കയാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്. വെള്ളിയാഴ്ച ക്രൂഡ് ഓയിൽ വിലയും കുതിച്ചുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയിൽ പാചകവാതക സിലിണ്ടറിന്റെ വിലയിലും മാറ്റം വന്നിരിക്കുന്നത്. LPG സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗിൽ നിയന്ത്രണം. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ബുക്കിംഗുകളിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ടായതിനു പിന്നാലെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവും ഗാർഹിക LPG റീഫില്ലുകൾക്ക് 21 ദിവസത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പെട്ടെന്നുണ്ടായ ഡിമാൻഡ് പരിഗണിച്ച് പൂഴ്ത്തിവെപ്പ് തടയുന്നതിനും വിതരണം സുസ്ഥിരമാക്കുന്നതിനുമാണ് എണ്ണ വിപണന കമ്പനികളുടെ നടപടി. ലോക്ക് ഇൻ പീരീഡ് എന്ന രീതിയാണ് നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. യുദ്ധം പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം സൃഷ്ടിക്കുമെന്ന നിരീക്ഷണത്തിൽ ഗാർഹിക LPG സിലിണ്ടറുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബുക്കിംഗുകളുടെ എണ്ണം കുത്തനെ ഉയർന്നതിനെ തുടർന്നാണ് നിയന്ത്രണം. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം 40,000 രൂപയാക്കുന്നതുവരെ സമരം തുടരുമെന്ന് UNA. അഖിലേന്ത്യാ പ്രസിഡന്റ് ജാസ്മിൻ ഷായാണ് ഇക്കാര്യം അറിയിച്ചത്. 28,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കി കരട് വിജ്ഞാപനം ഇറക്കിയാലും പരാതികൾ നൽകാനുള്ള സമയമുണ്ട്. കരട് വിജ്ഞാപനം ഇറക്കിക്കഴിഞ്ഞാൽ സമരം ആശുപത്രി മാനേജ്മെന്റുകൾക്കെതിരെയാകും. 40,000 രൂപ നൽകാൻ തയ്യാറാകുന്ന മാനേജ്മെന്റുകളെ സമരത്തിൽ നിന്നും ഒഴിവാക്കുമെന്നും ജാസ്മിൻ ഷാ പറഞ്ഞു. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന തൊഴിൽ മന്ത്രിയുടെ പ്രസ്താവന വിവരക്കേടാണ്. UDF ഭരണകാലത്ത് UNAയുടെ സമരപ്പന്തലിൽ CPM നേതാക്കൾ ഉൾപ്പെടെ വന്നിരുന്നുവെന്നും ജാസ്മിൻ ഷാ പറഞ്ഞു. വെള്ളാങ്ങല്ലൂർ കാരുമാത്രയിൽ വിദ്യാർത്ഥിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുങ്കാണം ചൂരക്കാട് പറമ്പിൽ ലത്തീഫിന്റെ മകൻ 12 വയസ്സുള്ള സൽമാനാണ് മരിച്ചത്. കൂട്ടുകാരോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കെ കാൽ വഴുതി വീഴുകയായിരുന്നു. കൂട്ടുകാർ പേടിച്ച് വീട്ടുകാരോട് വിവരം പറഞ്ഞില്ല. ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി അന്വേഷിക്കുന്നതിനിടെയാണ് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി മൃതദേഹം പുറത്തെടുത്തു. പുത്തഞ്ചിറ വെള്ളൂർ തെക്കുമുറി ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൽമാൻ. നെല്ലിന് അർഹമായ വില കിട്ടാതെ ദുരിതത്തിലായി കർഷകർ. മില്ലുടമകളുടെ ചൂഷണത്തിനെതിരെ പ്രതിഷേധവും ശക്തമായി. നെല്ലെടുക്കാൻ സപ്ലൈകോ നിയോഗിച്ച മില്ലുകൾ ചേനം തരിശുപടവിൽ ആവശ്യപ്പെട്ട 1.5% കിഴിവ് ഗത്യന്തരമില്ലാതെ കർഷകർ സമ്മതിച്ചതിനെ തുടർന്ന് മറ്റു പടവുകളിലേക്കും മില്ലുകാരുടെ ചൂഷണം വ്യാപിക്കുന്നു. ഇപ്പോൾ കൊയ്ത്തു നടക്കുന്ന പഴുവിൽ വാരിയംകോൾ പടവിൽ 2.5% കിഴിവിലാണ് മില്ലുകാർ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നത്. കൊയ്ത നെല്ല് ചാക്കിലാക്കിയതിനു ശേഷം മില്ലുകാർ നടത്തുന്ന വിലപേശലിന് ഗത്യന്തരമില്ലാതെ കർഷകർ വഴങ്ങിക്കൊടുക്കേണ്ട സ്ഥിതിയാണ്. കൊയ്ത നെല്ലിൽ നിന്നും പതിരെല്ലാം മാറ്റി വൃത്തിയാക്കി നൽകിയാൽ കിഴിവില്ലാതെ നെല്ല് സംഭരിക്കാൻ തയ്യാറാണെന്ന് മില്ലുകൾ പിടിവാശി പിടിച്ചതിനെ തുടർന്ന് കർഷകർ വ്യവസ്ഥകൾ അംഗീകരിച്ച് നഷ്ടം സഹിച്ച് നെല്ല് കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. 2.5% കിഴിവ് നൽകിയാൽ 1000 കിലോ നെല്ലിന് 75 കിലോ നെല്ലിന്റെ പണം കർഷകന് നഷ്ടമാകും. ഇതെല്ലാം സഹിച്ച് നെല്ല് നൽകിയാൽ തന്നെ പണം ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പ് അനിശ്ചിതമാകുന്ന സ്ഥിതിയുമുണ്ട്. TCV തൃശൂർ. നെല്ലെടുക്കാൻ സപ്ലൈകോ നിയോഗിച്ച മില്ലുകൾ കർഷകരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. മില്ലുകളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പഴുവിൽ വാരിയം പടവിൽ കർഷക കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. കോൺഗ്രസ് നേതാവ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു ജോർജ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട്, താന്യം മണ്ഡലം പ്രസിഡന്റ് ആന്റോ തൊറയൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ CR വേലായുധൻ, സാജൻ ഇയാനി, ചാഴൂർ മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് KK രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് ആയിരങ്ങളെത്തി. പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചത്. സപ്തമാതാക്കൾക്ക് ഹവിസ് തൂവി പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് നാരായണ നാമജപത്തോടെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായി. ഹവിസ് തൂവി തുടങ്ങിയതോടെ നാലമ്പലത്തിനകത്ത് തെക്ക് ഭാഗത്ത് സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച ഗുരുവായൂരപ്പനെ ദർശിക്കാനും ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കല്ലിൽ ധ്വജദേവതകൾക്കും പരിപാലകർക്കും ശേഷം ക്ഷേത്രപാലകന് ഹവിസ് തൂവിയതോടെ ചടങ്ങ് പൂർത്തിയായി. ദേവതകൾക്ക് ഗുരുവായൂരപ്പന്റെ തങ്കത്തടമ്പിന്റെ സാന്നിധ്യത്തിലാണ് ഹവിസ് സമർപ്പിച്ചത്. ഗുരുവായൂരപ്പൻ നേരിട്ട് പരിവാര ദേവതകൾക്ക് നിവേദ്യവും പൂജയും നൽകുന്നു എന്നതാണ് ഉത്സവ ബലിയിലെ സങ്കല്പം. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. 6 മണിക്കൂറോളം ചടങ്ങ് നീണ്ടുനിന്നു.
TCV ന്യൂസ്, ഗുരുവായൂർ. തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് ഇന്ന് നടക്കും. പള്ളി ഉണർത്തൽ ചടങ്ങിന് ശേഷം വിശേഷാൽ അഭിഷേകങ്ങൾ നടന്നു. നടുവിൽ മഠത്തിലേക്ക് 3 ആനകളോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. എഴുന്നള്ളിപ്പിന് നടപ്പാണ്ടിമേളം അകമ്പടിയായി. തുടർന്ന് പടിഞ്ഞാറേച്ചിറയിലെ ആറാട്ടുകടവിൽ പൂജകൾക്ക് ശേഷം ആറാട്ട് നടക്കും. രാത്രി 8:30 കോങ്ങാട് മധു നയിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. എഴുന്നള്ളിപ്പ് തിരിച്ച് ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണത്തിനു ശേഷം കൊടിയിറങ്ങും. ശ്രീകോവിലിൽ 25 കലശം അഭിഷേകം ചെയ്യുന്നതോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. പെരുമ്പിലാവിൽ ഹോട്ടലിൽ തീപിടുത്തം. കോഴിക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ബുക്ക് റെസ്റ്റോറന്റിലാണ് ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്ത് നിന്നും അഗ്നിരക്ഷാസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. റെസ്റ്റോറന്റിന്റെ ക്യാഷ് കൌണ്ടറിന് സമീപമുള്ള ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസി ലോകം ഇന്ന് ബദർ ദിനം ആചരിക്കുന്നു. ആയിരക്കണക്കിന് വരുന്ന ശത്രുവ്യൂഹത്തെ നിരായുധരായ ചെറിയൊരു സംഘം വിശ്വാസ ശക്തി കൊണ്ട് നേരിട്ടു എന്നതാണ് ബദർ യുദ്ധ ചരിത്രം. ഇസ്ലാം ഒരിക്കലും യുദ്ധത്തെ അംഗീകരിച്ചിട്ടില്ലെന്നും നിർബന്ധിത ഘട്ടത്തിൽ മാത്രമേ ഇസ്ലാം യുദ്ധം അനുവദിച്ചിട്ടുള്ളൂ എന്നുമാണ് ബദർ യുദ്ധം നൽകുന്ന സന്ദേശം. AD 624 ഹിജ്റയുടെ 2ാം വർഷം റമദാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. മുഹമ്മദ് നബിയും 313 അനുയായികളും സത്യവിശ്വാസത്തിന്റെ ഖത്തും മക്കയിലെ പ്രമുഖനായ അബൂജഹലിന്റെ കീഴിൽ 1000-ഓളം പടയാളികൾ മറുപക്ഷത്തും നിരന്ന യുദ്ധത്തിന്റെ ഫലം നിർണായകമായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ വഴിത്തിരിവായി മാറിയ ബദർ യുദ്ധത്തെ സ്മരിക്കുന്ന ദിവസമാണ് റമദാനിലെ 17-ാം നാൾ. ചേറ്റുവ മഹൽ ജമാഅത്ത് പള്ളിയിൽ ബദർ മൗലീദ് വാർഷികം ആഘോഷിച്ചു. മൗലീദ് മജ്‌ലിസിനും പ്രത്യേക പ്രാർത്ഥനയ്ക്കും ചേറ്റുവ മഹൽ ഖത്തീബ് സലീം ഫൈസി, അബ്ദുറൌഫ് ബാഗവി, ആലത്തിയൂർ, സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. 313 ഒരാളുടെ സ്ഥാനം തീർക്കാൻ അവർക്ക് കഴിയില്ല. ഔലിയാക്കന്മാരിലെ ഏറ്റവും ഉന്നതരാണ് അവർ. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും സ്കൂട്ടറുകളിലും ഇടിച്ച് അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയ പെങ്ങാമുക്ക് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെയാണ് പെങ്ങാമുക്ക് മാർത്തോമ പള്ളിക്ക് സമീപം അപകടമുണ്ടായത്. കാറിടിച്ച് വൈദ്യുതി തൂൺ പൂർണ്ണമായും തകരുകയും സമീപത്ത് നിർത്തിയിട്ടിരുന്ന 2 സ്കൂട്ടറുകളിലേക്ക് കാർ ഇടിച്ചു കയറുകയും ചെയ്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ CPI പ്രതിനിധിയായ MU ഷിനിജയെ നിയോഗിക്കും. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർപേഴ്സണായ ഷിനിജ CPI പുല്ലൂറ്റ് സൌത്ത് ലോക്കൽ കമ്മിറ്റി അംഗം, മഹിളാ സംഘം പുല്ലൂറ്റ് ലോക്കൽ സെക്രട്ടറി, AIYF മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയും താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയും സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു സംഗമവും സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KM രതീഷ്, KK രാധാകൃഷ്ണൻ, റസൂജ ഹരിദാസ്, ലത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് പുന്നങ്കോട് ഫ്ളാറ്റ് റോഡിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ബ്ലോക്ക് മെമ്പർമാരായ PM സജി, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാജി സോമൻ, VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, മെമ്പർമാരായ KV ഷൈബു, K സതീഷ് കുമാർ, കൺവീനർ MS വിപിൻ ദാസ് എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. സംരക്ഷണത്തിനായി ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ശാസ്ത്രീയമായി നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. കാലാകാലം കാട്ടകാമ്പാൽ പഴഞ്ഞി 52-ാം നമ്പർ ഉല്ലാസ് അംഗനവാടിയുടെ വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. IM വിജയൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ഗായിക ശ്രേയ മേനോൻ, അംഗനവാടി അധ്യാപിക MM മേഴ്സി തുടങ്ങിയവർ സംസാരിച്ചു. അതിന് മുന്നേ തന്നെ ഞാൻ വന്നവരെ ഓർഡർ ഞാൻ മാത്രമല്ല പെരുന്നാളുള്ള എന്ത് കാര്യവും നമുക്ക് പറയാം. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കടവല്ലൂർ കൊങ്ങണ്ണൂർ സബ്സ്റ്റേഷന് സമീപമാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. വെള്ളവും ചെളിയും കാരണം കാൽനട യാത്ര പോലും ദുരിതമായിക്കൊണ്ടിരിക്കുകയാണ്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ വിനോദസഞ്ചാര യാത്രയ്ക്ക് ഭീഷണിയാകുന്ന കാട്ടാന മഞ്ഞക്കൊമ്പന്റെ സാന്നിധ്യത്തിന് മാറ്റമില്ല. മദപ്പാടുള്ള കാട്ടാന ശനിയാഴ്ചയും പൊകലപ്പാറ പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞു. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കൊമ്പൻ തടഞ്ഞിരുന്നു. മുൻ വർഷങ്ങളിൽ മദപ്പാടുള്ള സമയങ്ങളിൽ ഈ ആന ആളുകളെ വകവരുത്തിയതാണ് ഭീതിക്ക് കാരണം. ഒരു പെൺകുട്ടിയും മറ്റൊരു സ്ത്രീയും ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച പകരപ്പാറ ആദിവാസി ഉന്നതിയിൽ ചന്ദ്രന്റെ മരണം മഞ്ഞക്കൊമ്പന്റെ ആക്രമണം മൂലമാണെന്നാണ് നിഗമനം. മദപ്പാട് വേളകളിൽ മാത്രമാണ് ആന റോഡിലിറങ്ങി നിൽക്കുന്നത്. മറ്റു സമയങ്ങളിൽ ഉൾക്കാടുകളിലോ അല്ലെങ്കിൽ എണ്ണപ്പന തോട്ടത്തിലോ ആണ് തീറ്റ തേടാറുള്ളത്. ഇതിനിടെ ആനയുള്ളപ്പോൾ KSRTC ബസ്സുകൾ കാഴ്ചയ്ക്കായി നിർത്തിക്കൊടുക്കുന്നത് പതിവായിട്ടുണ്ടെന്ന് പറയുന്നു. ആളുകൾ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ബഹളം വയ്ക്കുന്നത് ആനയെ പ്രകോപിപ്പിക്കുകയാണ്. ഇത്തരം പ്രവണത ഉണ്ടാകരുതെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. TCV ചാലക്കുടി. വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗർഭാശയഗള ക്യാൻസറിനെതിരെയുള്ള വാക്സിനേഷൻ വിതരണം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS റോസലിൻ, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല രാജീവ്, മെമ്പർമാരായ അബൂബക്കർ, കിഷോർ ബാബു, ഷീന സാബു, ഷൈനി ഫ്രാൻസിസ്, ബദുൽ സൈമൺ എന്നിവർ സംസാരിച്ചു. സ്വകാര്യ ചിട്ടി സ്ഥാപനങ്ങളുടെ സുഗമ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ചിട്ടി ഫോർ മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കളക്ടറേറ്റിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെയർമാൻ ഡേവിഡ് കണ്ണനായിക്കൽ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി KV ശിവകുമാർ, സമരസമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് CR ജയ്സൺ, സംസ്ഥാന ട്രഷറർ CL ഇഗ്നീഷ്യസ്, സംസ്ഥാന സെക്രട്ടറി AS വിമലാനന്ദൻ എന്നിവർ പങ്കെടുത്തു. സെക്യുലർ ജീവിതം നയിക്കുന്നവരുടെ ഏകദിന സെക്യുലർ കുടുംബ സംഗമവും പുസ്തക പ്രകാശനവും സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു. ചടങ്ങ് കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്യുലർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു. കുടുംബ സംഗമത്തോടനുബന്ധിച്ച് പുസ്തക പ്രകാശനവും നടന്നു. സെക്യുലർ ഫോറം ജനറൽ കൺവീനർ T സത്യനാരായണൻ, സംഘടനാ സമിതി ചെയർമാൻ PS ഇക്ബാൽ, സംഘാടക സമിതി ജനറൽ കൺവീനർ C ചന്ദ്രബാബു, ട്രഷറർ VG ഗോപാലകൃഷ്ണൻ, വൈസ് ചെയർപേഴ്സൺ VS പ്രവിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേലൂർ പഞ്ചായത്തിലെ തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വാങ്ങിയ ബസിന്റെ ഫ്ളാഗ് ഓഫ് AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ അബ്ദുൾ റഷീദ്, സ്ഥിരം സമിതി അധ്യക്ഷരായി KV അഷ്ന, ഷൈനി ജിബിൻ, ജമീല രാജീവ്, വാർഡ് മെമ്പർ ഷൈനി ഫ്രാൻസിസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്
മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TR ഷോബി, ഷേർലി ദിലീപ് കുമാർ, PTA പ്രസിഡന്റ് AJ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സ്കൂളിന് അങ്ങനെ പ്രിൻസിപ്പാൾ ഇല്ലാത്തത് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടപടികൾ നമ്മളൊക്കെ തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന വീട്ടുമുറ്റത്തും ടെറസിലും പച്ചക്കറി കൃഷി പദ്ധതിക്ക് പ്രകാരം ഗ്രോ ബാഗ് ചട്ടികളുടെ വിതരണം നടന്നു. തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഗ്രോ ബാഗ് ചട്ടികളുടെ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ സുനിൽ അധ്യക്ഷത വഹിച്ചു. 2 ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ 500 രൂപ ഗുണഭോക്തൃ വിഹിതം അടച്ച ഗുണഭോക്താക്കൾക്ക് വളമടങ്ങിയ 10 വീതം ചെടിച്ചട്ടികളും തൈകളും വിതരണം ചെയ്തു. കൃഷി ഓഫീസർ PK മനീഷ, മെമ്പർമാരായ ഷീന വിൽസൺ, ജിഷ്ണു ദേവ്, വിമിത രതീഷ്, കൃഷി അസിസ്റ്റന്റ് ലിജി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. മാള കുത്തിയത്തോട് പാലം കുണ്ടൂരിൽ നിന്നും പായ്ത്തുരുത്തിലേക്ക് മാറ്റിയ LDF തീരുമാനത്തിൽ പ്രതിഷേധിച്ച് VR സുനിൽകുമാർ MLA ഓഫീസിലേക്ക് NDA മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. 2020 മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ജോർജ്, ലോചന നമ്പാട്ട്, KK അജയ് കുമാർ, ഷാജു മറ്റത്തിൽ, CS അനുമോദ് തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷെ കേരളത്തിന്റെ ഒരു കാര്യം നല്ല കളവ് കണ്ടാൽ അവിടെ മകളൊക്കെ MLA ആയിട്ട് പെരിങ്ങോട്ടുകര വടക്കുമുറി കൈരളി കലാമന്ദിറിന്റെ 70ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആവണങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PC ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. താന്റി പഞ്ചായത്ത് പ്രസിഡന്റ് NAP ധാംബരൻ, CS ബാബുരാജ്, AS ദിനകരൻ, സിബിൻ C ബാബു, MK ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളിയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളും കുടുംബശ്രീ ഓഫീസും തുറന്നു നൽകി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ മുക്കോല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KT ലിംസൺ, ആഷിഖ് വലിയകത്ത്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക് തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി ലയൺസ് ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന സേവന പദ്ധതികളുടെ ഭാഗമായി മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിലെ അന്തേവാസികൾക്ക് 1.5 ലക്ഷം രൂപയുടെ ചികിത്സാ സാമഗ്രികൾ കൈമാറി. സേവന പദ്ധതി കൺവീനർ TD റോബിൻ സ്നേഹാലയം ഡയറക്ടർ ആന്റണിക്ക് നിത്യരോഗികളുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട ചികിത്സാ സാമഗ്രികൾ കൈമാറി. ക്ലബ്ബ് പ്രസിഡന്റ് VG തോംസൺ, സെക്രട്ടറി TI ജെയിംസ്, ജില്ലാ ചെയർപേഴ്സൺ VS സെബി, TT ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജൻ ശിക്ഷൻ സംസ്ഥാൻ തൃശൂർ ഡയറക്ടർ സുധ സോളമൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് KP ബിന്ദു, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ മിനി എന്നിവർ സംസാരിച്ചു. എന്താണെന്ന് നിങ്ങളുടെ അറിവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ സ്ത്രീകൾ മെൻസസിന്റെ സമയത്ത് ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,000 രൂപ, പവന് 1,20,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പത്മജ വേണുഗോപാൽ ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ അനായാസേന വിജയിക്കാൻ സാധിക്കുമെന്നും സുരേഷ് ഗോപി. തൃശൂർ ജില്ലയിലെ CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി തൃശൂർ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ നീക്കം.
ഗൾഫിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതീക്ഷ നൽകി ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഗൾഫ് രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ്. നേരത്തെ നടന്ന ആക്രമണങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് മാപ്പ് ചോദിച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. സിലിണ്ടറിന് 60 രൂപയാണ് വർദ്ധിപ്പിച്ചത്. LPG സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗിൽ നിയന്ത്രണം. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം തുടരും. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുന്നതുവരെ സമരം തുടരുമെന്ന് UNA. വെള്ളാങ്ങല്ലൂർ കാരുമാത്രയിൽ വിദ്യാർത്ഥിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുങ്കാണം സ്വദേശി സൽമാനാണ് മരിച്ചത്. നെല്ലിന് അർഹമായ വില കിട്ടാതെ ദുരിതത്തിലായി കർഷകർ. മില്ലുടമകളുടെ ചൂഷണത്തിനെതിരെ പ്രതിഷേധം ശക്തം. പഴുവിൽ വാരിയംപടവിൽ കർഷക കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.